അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത വർഷം ഇനിയും വലിയൊരു സ്ട്രെങ്തോടെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. മേ ബി ഈവൻ 1 more night. So probably 3 nights 3 days പ്ലാൻ ആയിരിക്കും അടുത്ത വർഷം. വേറെ ലൊക്കേഷൻ വല്ലതും നമ്മൾ നോക്കും. പക്ഷെ ഇച്ചിരി നല്ല സ്ട്രെങ്തും ഇനിയും വൈബുമായിട്ട് നമ്മൾ തിരിച്ചു വരും. റജാന വന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ക്യാമ്പിംഗ് എക്സ്പീരിയൻസ്, ലിവിങ് ഇൻസൈഡ് ദി ടെന്റ്. ഇത്രയും വലിയ എക്സ്റ്റൻഡ് ഫാമിലി ആയിട്ട് ടോട്ടലി ഫുൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ആയിരുന്നു. ഇനി അടുത്ത വർഷം ഇതിനെക്കാട്ടിലും വലിയൊരു കെമിക്കൽ റിയാക്ഷന് വേണ്ടി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അടുത്ത ഞങ്ങൾ വന്നിരിക്കും. ഇത് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ലതായിരുന്നു. ഫസ്റ്റ് ടൈം ആണല്ലേ ക്യാമ്പിങ്ങിന്? ഫസ്റ്റ് ടൈമാണ് നമ്മൾ വരുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് ടൈം ഞങ്ങൾ എന്തായാലും വരും. എവിടെ ഞങ്ങളുടെയും ആദ്യത്തെ ക്യാമ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. രജയിൽ വന്നതിന് ശേഷമുള്ള അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് ഒരു ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകാന്ന് പറഞ്ഞ അന്ന് ഞങ്ങള് 2 ദിവസം കഴിഞ്ഞ് ഉച്ചയായി. ഇതിപ്പോഴും പോകാൻ മൈൻഡ് ഇല്ല. അത്രയും നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഒരു അൺഫോർഗറ്റബിൾ മൂവ്മെന്റ് ആയിരുന്നു. It was amazing. I love the food and I love that I can actually go to sleep. Lots of fun at camping and sleeping in a tent. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ക്യാമ്പിങ്ങിന് പോയിട്ട്. നല്ല രസമായിരുന്നു. ഫ്രണ്ട്സുമായിട്ട് 2 ദിവസം നല്ല രസമായിട്ട് അടിച്ചു പൊളിച്ചു. പിന്നെ ഇത് ഫസ്റ്റ് ടൈം. ഇനിയിപ്പോൾ 2026 എന്തായാലും നമ്മൾ പുതുതായിട്ട് നമ്മൾ ഈ അടുത്ത ക്യാമ്പിംഗ് സൈറ്റുമായിട്ട് വരും. ശരിക്കും ഈ ക്യാമ്പിംഗ് ഓർഗനൈസ് ചെയ്യുമ്പം നമ്മൾ ഒരു 7 പേർക്കുള്ള ടെന്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ചെറിയ സ്പോട്ടാണ് എടുത്തത്. അത് പിന്നാണ് ഇത്രയും വലിയൊരു ഇതായിട്ട് അത് ഇത്രയും സക്സസ് ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം മാത്രമല്ല, എന്തോ ഒരു ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ ഒരു ബാച്ചായിട്ട് പോകുന്നത് ആദ്യമായിട്ടാ. സോ ഒത്തിരി വേറൊരു എക്സ്പീരിയൻസ്. അത് ഭയങ്കര അടിപൊളി. ആദ്യമായിട്ടാണ് ഇവിടെ കാനഡയിൽ വന്നിട്ട് ക്യാമ്പിങ്ങിന് പോകുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടെന്റിൽ കിടന്നുറങ്ങുന്നത്, മഴയൊക്കെ നനഞ്ഞ് അടിപൊളിയായിരുന്നു. അതൊരു വേറെ വൈബാണ്.